So, hi guys. Today we are with Nandita madam, and welcome to a new episode of Sleep Podcast. Thank you So, so much. yeah, madam, മേഡത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് ചെറിയൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം. Sure. പേര് as you said, Nandita, and I run a boutique. 10 കൊല്ലമായി ബൊട്ടീക്ക് നടത്തുന്നു. അതിന്റെ മുമ്പ് ഒരു ബാങ്കർ ആയിരുന്നു. അപ്പൊ ബാങ്കിങ് ഫീൽഡിൽ ഒരു 10-12 കൊല്ലം വർക്ക് ചെയ്തതിന് ശേഷം തനിയെ ഒരു ഇത് തുടങ്ങാന്ന് വെച്ചാൽ ഐ സ്റ്റാർട്ടഡ് ഐ മീൻ ഔട്ട് ഓഫ് മൈ പാഷൻ ഐ സ്റ്റാർട്ടഡ് ദിസ് ഫാഷൻ ഡിസൈനിങ് യുനോ സെറ്റപ്പ്. സോ ഐ ഡിസൈൻ ക്ലോത്ത്സ് ഫോർ വിമൻ, ചിൽഡ്രൻ ആൻഡ് കിഡ്സ് ആൻഡ് ഓഫ് കോഴ്സ് ചില സെലക്ടഡ് ആൾക്കാർക്കും ചെയ്തു കൊടുക്കാറുണ്ട്, സെലിബ്രിറ്റീസ്. ഓ, ഐ സി ഐ സി. ഓക്കെ ഓക്കെ. സോ അപ്പം എന്തുകൊണ്ടാണ് ഈ ബാങ്ക് സെക്ടറിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ഇതിലോട്ട് വരാനുള്ള മെയിൻ മോട്ടിവേഷൻ അല്ലെ റീസൺ എന്തായിരുന്നു? A couple of reasons. Actually, I became a mother late after marriage. So, അതൊരു കാര്യം. പിന്നെ then we got a transfer to, we were in Dubai earlier, and അവിടുന്ന് ഒരു നൈജീരിയക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടി. So, I didn't want to take that up. And then by the time I had a baby, I thought, let me start something of my own, which is out of passion too. വെറുതെ ഇങ്ങനെ 9 to 6 ജോബ് അല്ലാണ്ട് സംതിങ് ഞാൻ എൻ്റെതായിട്ടുള്ള ക്രിയേറ്റീവ് ഇതിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാ. ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് വൺ പേഴ്സൺ ആൻഡ് ഐ ജസ്റ്റ് തോട്ട് നോക്കാം എങ്ങനെ പോണൂന്ന് നോക്കാം എന്ന് പറഞ്ഞ് അത് പിന്നെ കൂടി കൂടി ഒരു 10 ആളിലേക്ക് വരെ എത്തി ഇപ്പോ. സോ ഐ ഹാവ് 10 വർക്കേഴ്സ് അങ്ങനെ, ജസ്റ്റ് ഔട്ട് ഓഫ് പാഷൻ. ഐ സി. സോ ലൈക്ക് ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങാൻ അല്ലെങ്കിൽ ഉറക്കം കിട്ടാറുണ്ട് ഒരു റുട്ടീൻ ആയിട്ട് നോക്കുവാണെങ്കിൽ? അങ്ങനെ ഒരു റുട്ടീൻ, ഒരു ഹാബിച്വൽ സ്ലീപ്പിംഗ് പാറ്റേൺ എനിക്കില്ല. ബട്ട് ഓഫ് കോഴ്സ് ഒരു 6.5-7 hours എന്തായാലും കിട്ടും. 8 hours കിട്ടിയാൽ ഐ എം ഹാപ്പി. അപ്പോ എന്തായാലും ഒരു 7 hours കിട്ടും, സ്ലീപ്പ് കിട്ടും. സോ ഈ പർട്ടിക്കുലർലി ഇപ്പം ബൊട്ടീക് ഫീൽഡിലൊക്കെ ആകുമ്പോൾ കുറെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണല്ലോ. അപ്പം ഈ സ്ലീപ്പിന്റെ ക്വാളിറ്റിയും ക്രിയേറ്റിവിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ? അത് നമ്മള് ചില സമയമൊക്കെ നമുക്ക് കൂടുതൽ പ്രഷറൈസ്ഡ് ആവും വർക്കില്. ഇപ്പോ ടാർഗറ്റ്സ് ഉണ്ടാവും നമുക്ക്. ഇപ്പൊ ചിലപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബ്രൈഡൽ ആൾക്കാർ വരികയാണെങ്കിൽ ദേ ഹാവ് ഇത്രയും ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടാവും നമുക്ക്. ആൻഡ് ടൈം കൺസ്ട്രെയിൻസിൽ നമുക്ക് കിട്ടുന്നത് മാത്രമല്ല, ദേ വിൽ കം ആൻഡ് ആഡ് ഓൺ. ലൈക്ക് അവർ ചിലപ്പോഴായിരിക്കും അവർ പറയാ, എനിക്ക് ഓക്കെ 4 എനിക്ക് തന്നു, 4 ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ തന്നു, പെട്ടെന്ന് അവർ ആലോചിക്കുക എനിക്ക് 4 കൂടെ വേണമെന്ന്. സോ പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ ഈ 8 കൂടെ കൊടുക്കണം. സോ ഇറ്റ് ബിക്കംസ് ഡബിൾ. സോ സംടൈംസ് രാത്രി ഉറങ്ങുമ്പോ പെട്ടെന്ന് ആലോചിക്കുക, അയ്യോ ഇത് കൊടുക്കണമല്ലോ എന്നും പറഞ്ഞ ആ സമയം 2 മണിക്കൂർ അങ്ങനെ പോകും സ്ലീപ്പ്. ലൈക്ക് ഒരു നമ്മൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമല്ലോ. അപ്പൊ ആ പെട്ടെന്ന് നമ്മൾ അങ്ങനെ സ്ലീപ്പിൽ നമ്മൾ ഉണർന്നു പോകും. പിന്നെ ഒരു കുറച്ചു നേരം ഉറങ്ങാതിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് മേക്കപ്പ് അങ്ങനെ ഉറങ്ങാതെ അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും ഉറങ്ങാം എന്നുള്ളതാ. അപ്പൊ ഈ ഉറക്കക്കുറവ് വരുമ്പോ ഇങ്ങനെ ക്രിയേറ്റിവിറ്റി, അപ്പൊ ഈ ഡിസൈനിങ് കാര്യങ്ങളോട്ടൊക്കെ വരുമ്പോ എന്തെങ്കിലും ഒരു നമുക്ക് മെന്റലി ഒരു ഫോഗ് ഉണ്ടാവുന്ന തോന്നിയിട്ടുണ്ടോ? ഇല്ല, ബിക്കോസ് സ്ലോ ആവാം ചിലപ്പോ. ക്രിയേറ്റിവിറ്റി നമുക്ക് ഇപ്പൊ ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ദിവസം ഒരു 5 എണ്ണം ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാക്ക് ഓഫ് സ്ലീപ്പ് അഥവാ ഉണ്ടെങ്കിൽ ഇറ്റ് കംസ് ഡൗൺ ടു 3, ഓർ ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് മേജർ വൺസ് ഇറ്റ് മൈറ്റ് കം ഡൗൺ ടു 2. പിന്നെ അത് അടുത്ത ദിവസം അത് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്ലീപ്പിംഗ് പാറ്റേൺ എന്റെ പ്രകാരം യു നീഡ് ഗുഡ് സ്ലീപ്പ് ഫോർ യുവർ ബ്രെയിൻ റിഫ്രഷ്മെന്റ്. അതൊരു മസ്റ്റ് ആണ്. ആൻഡ് സംഹൗ ഇപ്പൊ രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പകലത്തെ നേരം, ഐ മീൻ എ പേഴ്സൺ ലൈക്ക് മീ കാൻ സ്ലീപ്പ് ഇൻ ദി മോർണിംഗ്സ് ഓൾസോ, ലൈക്ക് സോറി ഡേ ടൈം ഓൾസോ. ഉച്ചയ്ക്കൊന്നും ഉറങ്ങാന്ന് പറഞ്ഞാൽ എന്നെ ഇറ്റ്സ് ലൈക്ക് എ പണിഷ്മെന്റ് ഫോർ മീ. ഐ കാൻ സ്ലീപ്പ് ഇൻ ദി ആഫ്റ്റർനൂൺസ്. But then, for those who want good sleep and, who can't sleep in the night, I would suggest take a 1 hour or half an hour nap in the afternoon if possible. Not for people like me, because I'm like completely off. ബിസി ആയിട്ടുള്ള ഒരു Busy എന്നല്ല, I don't like to sleep in the daytime. ഐ സി. ഓക്കെ. സോ ഈ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്തപ്പോഴും പിന്നെ ഇപ്പൊ ഒരു ഓണ്ടർപ്രണർ ആയിട്ട് നിൽക്കുമ്പോഴും സോ ലൈക്ക്
ആ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ ആ ഷെഡ്യൂളിൽ, പിന്നെ അല്ലെങ്കിൽ ആ വർക്കിലുള്ള ആ ഒരു ഇതിലും എല്ലാത്തിലും ഭയങ്കര ചിലപ്പം ഓണ്ടർപ്രണർ ആകുമ്പോൾ നമുക്ക് എപ്പോഴും എണീക്കണം എപ്പോൾ കിടക്കുമെന്ന് നമുക്കൊന്നും ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. അതെ. സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ഡെഫിനറ്റ്ലി കുറെ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഡിഫറൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ആ ട്രാൻസിഷൻ വന്നപ്പോഴൊക്കെ ഉള്ള? I feel as an entrepreneur, I feel much more free to do what I want. Of course, I have, ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് എന്താ പീസ് ഓഫ് മൈൻഡ് എപ്പോഴാന്ന് ചോദിക്കുകയാണെങ്കിൽ, പീസ് ഓഫ് മൈൻഡ് എപ്പോഴാന്ന് ചിലവർ പറയും ഓൺടർപ്രണർ ആയ പിന്നെ പീസ് ഓഫ് മൈൻഡ് ഇല്ല, ഇല്ലെങ്കിൽ ഓൺടർപ്രണർ ആയ പിന്നെ എനിക്ക് ഒരു ഇതായിട്ട് ഒരു സ്മൂത്ത് ആയിട്ട് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു ഇത് പറയും. എന്റെ കേസ് നേരെ ഡിഫറെന്റ് ആട്ടോ. ഞാൻ ജോലി ഇരുന്ന സമയത്ത് ഐ വാസ് കംപ്ലീറ്റ്ലി പ്രഷറൈസ്ഡ്. ഈ സ്ലീപ്പിംഗ് പാറ്റേൺസ് എന്നൊക്കെ പറയില്ലേ, അത് സ്ലീപ്പ് എന്നെ ബാധിച്ചിട്ടില്ല, അങ്ങനെയല്ല. ബട്ട് പീസ്ഫുൾനെസ് ആൻഡ് ദറ്റ് ഫ്രീഡം ആൻഡ് ദറ്റ് എക്സൈറ്റ്മെന്റ് ഓഫ് വർക്ക്, അതൊക്കെ എനിക്ക് ഓൺടർപ്രണർ ആയതിനു ശേഷമാണ് ഐ എം മോർ ഹാപ്പി വിതിൻ മൈസെൽഫ്. അപ്പോ അത് എന്നെ അങ്ങനെ ഇഫക്ട് ചെയ്തിട്ടില്ല. ഇൻ ദ സെൻസ് ലൈക്ക് ഐ എം ഹാപ്പി കണ്ടെന്റ് ഓഫ് വാട്ട് ഐ എം ഡൂയിങ്. ഇതിപ്പോ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ചെയ്യണു, നമ്മുടെ മേളിൽ ആരും ഇല്ല നമ്മളെ പ്രഷറൈസ് ചെയ്യാൻ. പക്ഷെ നമുക്ക് പ്രഷറൈസ് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് മാത്രമാണ്, വിച്ച് ഇസ് ലൈക്ക് അവർക്ക് അവരുടെ വാണ്ട് ഉള്ളത് കൊണ്ടല്ലേ നമ്മളെ പ്രഷറൈസ് ചെയ്യണേ. ദാറ്റ് ഇസ് എ പോസിറ്റീവ് പ്രഷർ ദാറ്റ് ഐ ഫീൽ. അതിനൊന്നും അത്ര പ്രഷർഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഓഫ് കോഴ്സ് നമ്മൾ ജോലി എടുക്കുന്ന സമയത്ത് നല്ല പ്രഷറൈസ്ഡ് ആയിരുന്നു. ഐ സി. സോ മാം ഇപ്പം പറഞ്ഞല്ലോ ഇപ്പൊ ചില ദിവസം രാത്രിയിലൊക്കെ ഇങ്ങനെ ഓരോ ഓർഡേഴ്സ് വന്നിട്ട് പെട്ടെന്ന് ഡെഡ് ലൈൻ വരുമ്പോൾ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും, അതിന്റെ ഇഷ്യൂസ്. അപ്പൊ നമ്മളാണേലും ഓണ്ടർപ്രണർ ജേണൽ ആകുമ്പോൾ കുറെ രാത്രി ലേറ്റ് നൈറ്റ്സ് വർക്ക് ചെയ്യും. അപ്പം കുറച്ച് നാൾ അങ്ങനെ കഴിയുമ്പോൾ നമുക്കൊരു ബേൺ ഔട്ട് ഫീലിംഗ് വരും, അല്ലെങ്കിൽ ഒരു ബേൺ ഔട്ട് ആയിട്ടൊരു ഫീലിംഗ് വരും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ റിലാക്സ് ചെയ്യാൻ അല്ലെ ഒന്ന് ബാക്ക് ടു ദ ഗ്രൂവ് ആവാൻ വേണ്ടി എന്താണ് ചെയ്യാറുള്ളത്? See, I mean, you might, I might sound funny if I say this. Sleep എങ്ങനെയെങ്കിലും വേണം എന്നുള്ളത് നമുക്കൊരു അത്യാവശ്യമാണ്. അപ്പൊ അതിന് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പോം വഴികളുണ്ട്. ലൈക്ക് ദി ഹൗ ഐ ഗ്രാബ് സ്ലീപ്പ് ഈവൻ ഇഫ് ഐ എം ഇൻ എ വെരി പ്രഷറൈസ് സിറ്റുവേഷൻ. ഒന്ന് എന്താന്ന് വെച്ചാല് ജസ്റ്റ് മേക്ക് ദി റൂം കംഫർട്ടബിൾ ഫോർ എ സ്ലീപ്പ്. ഇപ്പൊ നമ്മള് ഒരു കൊതു വന്നാൽ ആ കൊതു കടിച്ചിട്ട് പൊക്കോട്ടെ എന്ന് വെച്ചാൽ കുഴപ്പമില്ല. അതിങ്ങനെ ഹമ്മിങ് അറൌണ്ട് അതിന്റെ അവിടെയൊക്കെ ആണെങ്കിൽ ഡു സംതിങ് ടു ഡ്രൈവ് ദാറ്റ് മൊസ്കിറ്റോസ് അവേ. കുറച്ച് നല്ല നല്ല സ്മെൽ ആൻഡ് നല്ലൊരു നല്ല ചെറിയ ലൈറ്റിംഗ്, അങ്ങനെ പിന്നെ AC അല്ലെങ്കിൽ കുറച്ച് തണുപ്പാക്കുക, അങ്ങനെയൊക്കെ ആയി നമുക്ക് ആ ഒരു സ്ലീപ്പിംഗ് ഇത് വന്നാൽ നമുക്ക് ഉറങ്ങാൻ പറ്റും. ഇതല്ല, ഇനി ഇതൊന്നും വർക്ക്ഔട്ട് ആവണില്ല എന്നുണ്ടെങ്കിൽ ഡു സംതിങ് ദാറ്റ് ഇസ് ബോറിംഗ്. എന്റെ കാര്യത്തില് വിനോദ് കേൾക്കണ്ട, ആക്ച്വലി എന്റെ കാര്യത്തില് എനിക്ക് ബുക്ക് വായിച്ചാൽ വേഗം ഉറക്കം വരും. ഐ കാൺ റീഡ് ബുക്സ്. എനിക്ക് ഒരു പേജ് വായിച്ചാൽ രണ്ടാമത്തെ പേജിൽ ഞാൻ ഉറങ്ങും. അപ്പൊ ഐ ട്രൈ ടു റീഡ് എ ബുക്ക് ആൻഡ് ദെൻ ഐ സ്ലീപ്പ് ഓഫ്. ആൻഡ് തേർഡ് തിങ് ഇസ്, ഇതിലെന്തായാലും ഞാൻ ഉറങ്ങും. ഇനിയിപ്പോ വേറെ വല്ലവർക്കും ഉറങ്ങാനുള്ള ഒരു പാറ്റേൺ ആണെങ്കിൽ I mean, people say, count from 100 to 0. And just look at the fan for like some time and all that. That actually works too. അങ്ങനെ വെറുതെ ആൾക്കാർ പറയണമെന്നല്ല. That actually works. That's what I said. I might sound funny, but it happens. ഐ സി. സോ ഞാനും ആ ബുക്കിന്റെ പരിപാടിയൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ട്. പഠിക്കാതിരിക്കുമ്പോഴേ ഉറക്കം വരത്തുള്ളൂ. Exactly. ഉറക്കം വരാതിരിക്കുമ്പോ ഇങ്ങനെ നോട്ട്സ് എടുത്ത് വായിക്കും, 2 മിനിറ്റിനുള്ളിൽ ക്ലോസ് ആവും. ഡെഫിനറ്റ്ലി. ഈ സ്ട്രെസ്ഡ് ആകുമ്പോൾ ഉള്ള ഈ സ്ലീപ്പിനുള്ള വേരിയേഷൻസും കാര്യങ്ങളും വരുന്നത് എഫക്ട് ചെയ്യാറില്ല. വേറെ എന്തെങ്കിലും ഇപ്പൊ എക്സസൈസ്, യോഗ അങ്ങനെ എന്തെങ്കിലും ലൈഫിലുണ്ടോ റിലാക്സേഷൻ? Very lazy in doing yoga, doing meditation. Meditation ഒക്കെ, see, that's what I said. People differ, right? I can't sit in a place for 5 minutes. ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു 10 minutes ഒരു സ്ഥലത്ത് ഇരുന്ന് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാല് ഇറ്റ്സ് ലൈക്ക് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ ഫോർ മീ. നമ്മുടെ തോട്ട് പ്രോസസ്സ് പോവും. I think a lot, അത് എന്താന്നുള്ളതൊന്നുമില്ല. സോർട്ട് ഓഫ് ഇമാജിനേഷൻ, ഓർ you can see, you can say it as a not daydreaming also, like you think about something, right? അപ്പൊ അതുകൊണ്ട് എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. യോഗ, വാക്കിംഗ്, ഇതൊന്നുമില്ല. എക്സസൈസ്, ഐ എം എ വെരി ലേസി ആൻഡ് ബാഡ് പേഴ്സൺ ഡൂയിങ് എക്സസൈസസ്. ബട്ട് my this thing is, you should be mentally okay all the time. That mental peace നമുക്ക് എങ്ങനെയെങ്കിലും, and it also depends on the people who are around you. ഇപ്പൊ എനിക്കിപ്പോ ഇത്രയും, even if I sleep at 1 o'clock or 2 o'clock or even at 11 o'clock,
anytime I sleep, my family also has to ensure that I'm getting maximum. ഇപ്പൊ ഞാൻ ഒരു 2 മണിക്ക് ഉറങ്ങിയിട്ട് എന്നെ 5 മണിക്ക് വന്ന് വിളിച്ചാൽ, ഐ മീൻ ദാറ്റ് ഇസ് യുനോ അതൊരു വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആവും. So people who are around you also, if they cooperate well, you can have a good sleep without any, habitual sleep patterns. എന്നാ എനിക്ക് തോന്നുന്നു. ഡെഫിനറ്റ്ലി ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും എനിക്ക് തോന്നി നമുക്ക് ഈ നല്ല സപ്പോർട്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെ അതെ എന്തെങ്കിലും സ്ലീപ്പ് ഇഷ്യൂസ് ആണെങ്കിൽ അല്ലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കോപ്പ് ചെയ്യാൻ പോകാൻ പറ്റുന്ന സപ്പോർട്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. correct. And ഇപ്പൊ ഈ some days you feel പറഞ്ഞോ. ചില ദിവസം ഇപ്പൊ എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ലൈക്ക് ഐ സ്ലീപ്പ് ഓൺലി ഫോർ 3 hours a day, sorry, in the night. And അതിന്റെ ഒരു there is a phase of time where you don't get sleep at all. അത് മേ ബി ബിക്കോസ് ഓഫ് സം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആയിട്ടായിരിക്കും. ഇറ്റ് ഇസ് നോട്ട് മെന്റൽ സ്ട്രെസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ അടുത്ത ദിവസം കുറച്ചുകൂടെ നേരത്തെ കിടന്നുറങ്ങുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ചെയ്യാം. That's it. ചില ദിവസങ്ങൾ അങ്ങനെ ഉണ്ടാവും. That's very rare. സോ ഈ യങ് ഓണ്ടർപ്രണേഴ്സ് ലൈക്ക് ഇപ്പം വുമൺ ഓണ്ടർപ്രണേഴ്സ് തന്നെ ഇപ്പം കുറെ പേര് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കണ്ടു തുടങ്ങിയത് ആൾക്കാർ കൂടുതൽ വുമണിങ്ങിലോട്ട് വരുന്നത് തന്നെ. അപ്പം അവരോട് എന്തെങ്കിലും ഒരു ടിപ്സ് അല്ലെങ്കിൽ അഡ്വൈസ് പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക ഈ ഒരു ജേർണിയിലോട്ട് വരുമ്പോൾ? വല്ലാണ്ട് സ്ട്രെസ് എടുക്കാതിരിക്കുക. ജസ്റ്റ് ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ്. നമ്മൾ ഈ ഓവർ സ്ട്രെസ്ഫുൾ ആയിട്ട് നമുക്ക് അത് പലതും വെട്ടിപ്പിടിക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടല്ലോ. ലൈക്ക് ഐ വോണ്ട് ടു അച്ചീവ്, ഓഫ് കോഴ്സ് ഡ്രീമിങ് ആൻഡ് ഹാവിങ് എയിം ഇൻ ലൈഫ് ഇസ് ഓൾ ഫൈൻ. പക്ഷെ നമ്മുടെ പീസ് ഓഫ് മൈൻഡ് എവിടെ എഫക്റ്റ് ആവണോ അവിടെ നിർത്തുക എന്നുള്ളത് എൻ്റെ ഒരു ഇത് കേട്ടോ. ഞാൻ അങ്ങനെയാണ്. എന്റെ പീസ് ഓഫ് മൈൻഡിനെ അത് ബാധിക്കണോന്ന് എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ ഐ സോർട്ട് ഓഫ് ഫുൾ സ്റ്റോപ്പ് ദർ. അപ്പൊ അതാണ് തോന്നുന്നത്. ബട്ട് ദർ ആർ പീപ്പിൾ അച്ചീവ് ചെയ്യണം എന്നുണ്ടാവും. അത് മെന്റൽ ഫിസിക്കൽ എല്ലാ സ്ട്രെങ്ത്തും നോക്കിയപ്പോ എവറിത്തിങ് ഇസ് ഓക്കെ, ദേ ക്യാൻ മൂവ് ഓൺ. അത് അവരുടെ ഡിപ്പെൻസ് ഓൺ ഇൻഡിവിജ്വൽസ്. നോ, ആ ഒരു പേഷ്യൻസ് വേണമെന്നാണോ ഞാൻ പറഞ്ഞത്? സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇപ്പൊ ഒരു ഗ്രൈൻഡ് കൾച്ചർ എന്ന് പറയുന്നത് ഉണ്ടാവുമല്ലോ. ഭയങ്കര പെട്ടെന്ന് തന്നെ യങ് ആയിട്ട് തന്നെ സക്സസ്ഫുൾ ആവണം എന്നുള്ളൊരു ഡ്രൈവ് ഉണ്ടാവും. പേഷ്യൻസ് വെച്ചാല് nowadays competition is really on a very 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 higher scale. അപ്പോ നമുക്ക് പെട്ടെന്ന് ഇപ്പോ ഒരു വാട്ട് എവർ ഇറ്റ് ഇസ്, ഇപ്പൊ ബൊട്ടീക്ക് തുടങ്ങണം എന്നില്ല, അല്ലെങ്കിൽ എന്ത് തുടങ്ങുകയാണെങ്കിലും ഇൻ എനി ഫീൽഡ് ദർ ഇസ് ഇനഫ് കോമ്പറ്റീഷൻ. അപ്പോൾ ഈ കോമ്പറ്റീഷനെയൊക്കെ മറികടന്ന് നമ്മൾ ഒരു സിറ്റുവേഷനിൽ എത്തുക അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അപ്പൊ അതാ ഞാൻ പറഞ്ഞ. അപ്പൊ ഏതൊരു സ്റ്റെപ്പിലും ഇഫ് യു ഗോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, without endangering your peace of mind, you will definitely reach there. But yeah, as you said, have patience. The moment you think that no, it is taking my peace of mind away, it is taking my sleep away എന്ന് തോന്നുകയാണെങ്കിൽ ഒരു അങ്ങനെ 4th ഗിയറിൽ ഇടണ്ട. ഒരു 2nd ഗിയർ ഇട്ടിട്ട് കുറച്ച് നിർത്തി ഒന്ന് 3rd ഗിയറിലിട്ട് വേണമെങ്കിൽ ഒന്ന് പാർക്ക് ചെയ്ത് കുറച്ചു നേരം റിലാക്സ് ചെയ്ത് പിന്നെയും ഫസ്റ്റ് നിന്നിട്ട് അങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല. That's what my advice is to all the youngsters who are. പിന്നെ be active in social media. Social media ഇപ്പൊ പലതും ഉണ്ടല്ലോ, and you get lot of tips from there, and you can advertise so much in social media, which I'm also very bad at, because ഞാൻ പറഞ്ഞത് ഇപ്പത്തെ യങ്സ്റ്റേഴ്സിന്റെ അങ്ങനെ ഒരു അത്രയും നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല. ആ ഒരു ടെക്നോളജി wise, this Insta thing and all that, YouTube Insta and all that, അത്രയും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ലെങ്കിലും try maximum. അങ്ങനെ ഈ കൺസിസ്റ്റൻസി ആണല്ലോ മാം പറഞ്ഞു വരുമ്പോൾ എല്ലാം ഈ കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് പോകണം തന്നെയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ വർക്ക് ഇട്ടുകൊണ്ടിരിക്കുക. ആൻഡ് എപ്പോഴേലും ഇങ്ങനെ ഓവർ സ്ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തിട്ട് എന്നിട്ടും സ്റ്റിൽ യു നീഡ് ടു കീപ് ഓൺ വർക്കിംഗ് എന്ന രീതിയിലല്ലേ? അതെ ബ്രേക്ക് എടുക്കാണ്ട് അതെ, അതല്ല, ഇനി ഒരു ബ്രേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ യു ക്യാൻ വെഞ്ചർ ഔട്ട് ഓൺ സംതിങ് എൽസ്. ഇപ്പൊ ഇതിനോട് സംബന്ധിച്ച് തന്നെ ഈ ചെയ്യണ ബിസിനസിന്റെ ഒരു പാർട്ടായിട്ട് വേറെയും ചെയ്യാം, വേറെ എന്തിലെങ്കിലും ഒന്ന് സ്റ്റെപ്പ് ഇൻ ചെയ്യാം. പിന്നെ യു ക്യാൻ ഓൾവേസ് കം ബാക്ക്. യു ക്യാൻ ഡു ഓൾ. ഇപ്പത്തെ കാലത്ത് എല്ലാം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ എല്ലാറ്റിലും പറ്റുന്നുണ്ടല്ലോ. പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ട് you have a job, you are concentrating only on that job.
ഇപ്പത്തൊക്കെ നമ്മൾ പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ടെല്ലാം യു വർക്കിംഗ് യുനോ ദാറ്റ് മോണോട്ടണസ് വർക്ക് യു നീഡ് ടു ഡു. രാവിലെ പോണു വൈകിട്ട് വരുന്നു ഇങ്ങനെ. ഇതല്ലല്ലോ ഇപ്പൊ. യു ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ഉള്ള ആൾക്കാർക്കും യു ക്യാൻ സ്റ്റാർട്ട് സംതിങ് ഓഫ് യുവർ ഓൺ. ആസ് എ സൈഡ് പാരലൽ തിങ് യു ക്യാൻ സ്റ്റാർട്ട് സംതിങ് ഓഫ് യുവർ ഓൺ. അങ്ങനെ. സോ റീസെന്റ് മാം എടുത്ത ഏതെങ്കിലും വർക്കിൽ ഏറ്റവും സ്ട്രെസ് അല്ലെ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും വർക്ക് ഉണ്ടായിരുന്നോ? വേർ യു ഹാവ് ടു ലൈക്ക് സ്ലീപ്പ് ഒക്കെ മാറ്റി വെച്ചിട്ട് രാത്രിയൊക്കെ ഇരുന്ന് നല്ലോണം വർക്ക് ചെയ്യേണ്ട ഒരു ഇൻസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു? എന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അഫ്കോഴ്സ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഉറക്കം പോണ വർക്ക് അങ്ങനെയല്ല. വാട്ട് ഐ ഡു ഇസ് ഐ മീൻ ദാറ്റ്സ് എ ട്രിക്ക് ദാറ്റ് ഐ ഡു ഇൻ മൈ പ്ലേസ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 10th എനിക്കൊരു ഇത് കൊടുക്കാനുണ്ട്. Okay, like my delivery date is on the 10th. So I tell my boutique people or I tell my staff that we need to give it on the 7th. Oh, okay. So they get, they work For 7th. Yeah, till 7th they work over it. And if adava 7th in it is definitely going to be ready on the 8th or on the 9th. So that my target is achieved on the 10th. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പാറ്റേണിലാണ് പോണത്. അപ്പോൾ ദാറ്റ് ഈസ് ബിക്കോസ് സി അഗെയിൻ ചൂസിങ് ഓഫ് കസ്റ്റമേഴ്സ് ഇസ് ഓൾസോ മച്ച് ഇമ്പോർട്ടൻറ്റ്. നമ്മള് എന്താ പറയാ, ഐ ഡോണ്ട് ഡു ഇറ്റ് ഇൻ എ വെരി 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 എക്സസീവ് വേ. ഇപ്പോ എനിക്ക് എടുക്കാൻ പറ്റാത്തത് ഞാൻ തലയിൽ എടുക്കില്ല. ദാറ്റ് ഈസ് അതും ഒരു പോയിന്റ് ആണ് കേട്ടോ ഇവിടെ. എനിക്കിപ്പോ ഐ ക്യാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ ഡു 10 ഡ്രസ്സസ് ഇൻ എ ഡേ. അതേ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. അതേ പറ്റുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് ഐ ഡോണ്ട് ടേക്ക് ദി 11th വൺ. ഓൺലി ഇഫ് ഐ ടേക്ക് ദി 11th വൺ ഐ എം പ്രഷറൈസ്ഡ്, റൈറ്റ്? അപ്പൊ അത് ഞാൻ ചെയ്യില്ല. എന്തുണ്ടോ അത് അങ്ങനെ അങ്ങനെ. ഇനിയിപ്പോ ആണെങ്കിൽ തന്നെ അഥവാ അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ ആസ് ഐ സെഡ് ബിഫോർ, ഞാൻ പറഞ്ഞില്ലേ 10th എന്നുള്ളത് ഞാൻ അവരോട് 7th പറയുന്നത്. അപ്പോ ആ ഗ്യാപ്പിൽ എനിക്ക് വേണമെങ്കിൽ എടുക്കാം 10th. യു നോ വാട്ട് ഐ മീൻ? ഐ ക്യാൻ സ്വിച്ച് ഓവർ. അപ്പൊ ഞാൻ വളരെ ആലോചിച്ചിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞ, നമ്മൾ വളരെ ആലോചിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ അത് മാത്രം ചെയ്ത് നമ്മൾ ഇതാക്കുകയാണെങ്കിൽ നമ്മുടെ സ്ലീപ്പ് പാറ്റേൺസിനും ഒരു കുഴപ്പവും പറ്റില്ല, നമ്മുടെ പീസ് ഓഫ് മൈൻഡിനും വലിയ പ്രശ്നങ്ങളൊന്നും പറ്റില്ല. ആൻഡ് യു ആർ കണ്ടന്റഡ്, യു ആർ ഹാപ്പി. Only thing is when you actually overthink and sort of ആഗ്രഹിക്കും, കുറെ കൂടുതൽ ആഗ്രഹിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ സ്ലീപ്പിംഗ് ഇതൊക്കെ വരുള്ളൂ. ആർക്കും ആഗ്രഹം ഇല്ലാത്ത, ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ആർക്കും ആഗ്രഹം ഇല്ലാത്ത എന്നുള്ള പോലെ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റും എന്ന് ആദ്യം തീരുമാനിക്കണം. പ്ലസ് നമ്മൾക്ക് അതിനുള്ള റിസോഴ്സസ് കണ്ടെത്തണം. പിന്നെ എല്ലാം നമ്മുടെ തലയിൽ എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. സോ മാം ഇപ്പം ലെറ്റ്സ് സീ ലൈക്ക് ഇപ്പോൾ ഒരു സ്കൂൾ ടൈം, കോളേജ് ടൈം, പിന്നെ വർക്ക് ചെയ്തു, പിന്നെ ഇപ്പോൾ ഓൺടർപ്രണർ ആയി. അപ്പൊ ഈ പല പല ഫേസിലൂടെ വന്നപ്പോഴും ലൈക്ക് സ്ലീപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതോ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് എപ്പോഴും പോയിട്ട്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഹാബിച്വൽ ഇതില്ല. അപ്പൊ ഞാൻ ചില ദിവസം 10 മണിക്ക് ഉറങ്ങും. 10 മണിയില്ല, 11 മണിക്ക് ഉറങ്ങുണ്ടാവും. ചില ദിവസം 12 മണിയാവും, ചിലപ്പോ 1, 2 ഒക്കെ ആവും. എന്റെ സ്ലീപ്പിംഗ് പാറ്റേൺ എനിക്ക് തോന്നുന്നത് എഫക്റ്റ് ആയത് ആഫ്റ്റർ മൈ സൺസ് ബർത്ത്. അപ്പൊ അവൻ ജനിച്ചിട്ട്, ബിക്കോസ് ഹി വാസ് എ നൈറ്റ് ബോയ്, രാത്രിയാ കരഞ്ഞുകൊണ്ടിരിക്കുക ചെറുതാവുമ്പോ. അപ്പൊ ആ സമയത്ത് എന്റെ സ്ലീപ്പ് പാറ്റേൺ കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യുവെച്ചാല് സ്ലീപ്പ് ഇസ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് സ്ലീപ്പ്. കാരണം എനിക്ക് കുറെ ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം തലവേദനിക്കുന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. അപ്പൊ ഐ എൻഷുർ ദാറ്റ് ഇഫ് ഐ സ്ലീപ്പ് അറ്റ് 2 o'clock ഐ വേക്ക് അപ്പ് ഓൺലി ബൈ 8 o'clock. അതിന്റെ മുമ്പ് ഞാൻ ഉണരില്ല. അങ്ങനെ ഉറങ്ങും ഞാന്. പിന്നെ ഐ ഫോഴ്സ് മൈ സെൽഫ് ടു സ്ലീപ്പ്. ഞാൻ തന്നെ എന്നോട് പറയും യു നീഡ് ടു സ്ലീപ്പ് എന്നുള്ളത് പോലെ. അപ്പൊ എങ്ങനെയും അപ്പൊ ആ ഒരു ഇപ്പൊ ഞാൻ 4 മണിക്ക് ഉറങ്ങിയെന്നുണ്ടെങ്കിൽ 9 മണിക്ക് എണീക്കുള്ളൂ. അങ്ങനെ ആ സ്ലീപ്പ് പാറ്റേൺ ഞാൻ ഇതാക്കും. പിന്നെ അതേപോലെ പിന്നെ എന്തെങ്കിലും മോന്റെ എക്സാം ടൈം ആണെങ്കിലോ അങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ ഒരു സമയത്തെ ഒരു നമുക്ക് എന്താ പറയാ വെരി വെരി ഇതായിട്ടുള്ള സ്ലീപ്പ് പാറ്റേൺ ആട്ടോ. നമ്മൾ തന്നെ ആലോചിച്ച് വരുത്തി വെക്കുന്ന സ്ലീപ്പ് പാറ്റേൺ ഇല്ലേ, ആ ഒരു സിറ്റുവേഷണൽ സ്ലീപ്പ് ഡിസോർഡർ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ അങ്ങനെ ഇതായിട്ടൊന്നുമില്ല.
പക്ഷെ ഇതിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ തലവേദനിക്കും എന്നുള്ളത് നമുക്ക് അറിയണോണ്ട് വി ട്രൈ ടു മാനേജ് ഇറ്റ് സംഭവം. ഈ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വരുന്നുണ്ട്? ഇപ്പൊ ആർക്കും ഇപ്പൊ നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് കിടക്കുകയാണെങ്കിലോ അല്ലെ ഇന്ന ടൈപ്പ് ഫുഡ് കഴിച്ച് കിടക്കുകയാണെങ്കിൽ സ്ലീപ്പ് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഇപ്പൊ? എനിക്ക് ആ കൂടെ തോന്നിയിട്ടുള്ളത് കഫീൻ ആയിട്ട്, അതായത് കോഫി അല്ലെങ്കിൽ ടീ ആഫ്റ്റർ 8:30 ഒക്കെ കുടിച്ചാല് സ്ലീപ്പ് പാറ്റേണിനെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോഴാണ് യെസ് യു ആർ റൈറ്റ്, അപ്പോഴാണ് ഈ ഒരു 1 മണിയൊക്കെ ആവണത്. ഓ, യു ആസ്ക് മീ നോ, അതായത് അലേർട്ട് ആയിട്ടിരിക്കുന്നു. കുറച്ച് ഓവറായിട്ട് അലേർട്ട് ആയിട്ടിരിക്കും. അപ്പൊ ഈ കുറെ ആലോചിക്കും നമ്മൾ ആക്ച്വലി ഒരു കോഫി അല്ലെങ്കിൽ ഇതൊക്കെ കുടിച്ചാ. പക്ഷെ ആൾക്കാർ പറയും ഇങ്ങനെ മധുരം കഴിച്ചാലൊക്കെ ഉറങ്ങാതിരിക്കുന്നൊക്കെ. അതൊന്നും എനിക്ക് വലിയ പ്രശ്നങ്ങൾ തോന്നില്ല. ഈ ടീ, സ്പെഷ്യലി നല്ല സ്ട്രോങ് ടീ ഇല്ലേ, ചായ കുടിച്ചാൽ നമുക്ക് സ്ലീപ്പ് പാറ്റേൺ എഫക്റ്റ് ആവും തന്നെ എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നല്ലൊരു കോഫി കഫീൻ എടുത്താല്. അല്ലെങ്കിൽ അങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ട് ഇങ്ങനെ പലരും പറയൂലോ ഇങ്ങനെ ഓവറായിട്ട് ഭക്ഷണം കഴിച്ചാൽ ഇതാവുന്ന്. പിന്നെ യൂഷ്വലി പറയാറുള്ളത് ഇപ്പം രാത്രി കിടക്കാൻ നേരത്ത് ഒരു ലൈറ്റ് ഫുഡ് മാത്രമേ എടുക്കാവൂ, 2 മണിക്കൂർ മുമ്പേ കഴിക്കണം, ഡയജഷനൊക്കെ ഓക്കെ ആയിട്ട് കിടക്കാറുള്ളൂ. ഇത് ഹെവി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കിടക്കുമ്പോൾ ചിലർക്ക് സ്വെറ്റിംഗ് ഒക്കെ വരും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, അങ്ങനെയൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ ഫുഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്യുവർ വെജിറ്റേറിയനാ. ഐ ഡോണ്ട് ഈറ്റ് എഗ്സ് ഓൾസോ. എഗ്സോ മഷ്റൂംസോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഈ സോയ പോലത്തെ അങ്ങനത്തെ സാധനങ്ങൾ. സോയ ഇസ് ഗുഡ് ആക്ച്വലി, മഷ്റൂംസും വെജിറ്റേറിയൻ ആണ് ഒക്കെ ആണ്. ബട്ട് എന്തോ അറിയില്ല, ഐ കാൺ ഈറ്റ് ഓൾ ദാറ്റ്. എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട് കേട്ടോ. അപ്പോ കഴിക്കില്ല, എഗ്സും ഒന്നും കഴിക്കില്ല. ഡയറി പ്രോഡക്ട്സ് നല്ലോണം കഴിക്കും. സോ ആക്ച്വലി ഡയറി പ്രോഡക്ട്സ് ഇപ്പൊ രാത്രി കഴിക്കാൻ വെച്ചാൽ സ്ലീപ്പ് കിട്ടുന്ന പറയണം. ബിക്കോസ് യു ഹാവ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ഇൻ ദ നൈറ്റ് യു ഗെറ്റ് ഗുഡ് സ്ലീപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഡയറി പ്രോഡക്ട്സ് ഒക്കെ നന്നായി കഴിക്കും, വാട്ട് എവർ ഇറ്റ് ഇസ്, ലൈക്ക് യുനോ എല്ലാ ഡയറി പ്രോഡക്ട്സും കഴിക്കും. ലാക്ടോ വെജിറ്റേറിയൻ. അത് പണ്ട് മുതലേ അങ്ങനെയായിരുന്നു അതോ ഈ അടുത്ത് വല്ലതും എന്തെങ്കിലും ഹെൽത്തിന്റെ ഇത് വെച്ചിട്ട്? നമ്മുടെ ഫാമിലിയായിട്ട് തന്നെ എല്ലാരും, ഫാമിലിയിലും ആരും കഴിക്കില്ല പണ്ട് മുതൽ. സോ മേ ബി അതും ബിക്കോസ് ബ്ലോട്ടഡ് ആവില്ല. പിന്നെ അങ്ങനെ ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. സ്ലീപ്പ് പാറ്റേൺസിന് എഫക്ട് ആയിട്ടില്ല. സോ ഇഫ് നന്ദിത മാഡം ഇപ്പൊ ഒരു പർട്ടിക്കുലർ സ്ലീപ്പ് വെയറിലെ ഉണ്ടാക്കുകയെന്ന് വെച്ചു, സ്വന്തം ഡിസൈനിൽ ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചു, ലൈക്ക് സംതിങ് ദാറ്റ് യു ആർ വെരി കംഫർട്ടബിൾ ഇൻ സ്ലീപ്പിംഗ് വിത്ത്, ആ ഒരു തോട്ട് മൈൻഡിൽ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ക്ലോത്ത് ഉണ്ടാക്കുക? പെർട്ടിക്കുലർ എന്താ സ്ലീപ്പ് വെയർ, അതായത് കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇടാൻ പറ്റിയ ഡ്രസ് എന്ന് അർത്ഥം. അങ്ങനത്തെ ഒരു വെയർ ഉണ്ടെങ്കിൽ മേഡം തന്നെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, ഡിസൈൻ ചെയ്യാൻ ലൂസ് ആയിട്ട് പ്യുവർ കോട്ടൺ, യുനോ ദാറ്റ് സോഫ്റ്റ് ജയ്പൂരി കോട്ടണില് ലൂസ് ആയിട്ടുള്ള ഒരു ഗൗൺ ചെയ്യുക. അതാണ് ഞാൻ പ്രിഫർ ചെയ്യുക എല്ലാവർക്കും കേട്ടോ. ബിക്കോസ് അത് നല്ലൊരു എന്താ പറയാ, നല്ല സുഖമാണ് മേലത്തെ. ഞാൻ പറഞ്ഞില്ലേ ഓരോരോ നമുക്ക് ആ സ്ലീപ്പ് മോഡിലേക്ക് വരിക പറയില്ലേ. വൺ ഓഫ് ദി അത് ഞാൻ പറയാൻ അപ്പോഴേ വിട്ടുപോയതാ. വൺ ഓഫ് ദി സ്ലീപ്പിംഗ് മോഡ്സ് ഇസ് ദിസ്, യുനോ ആഫ്റ്റർ എ വാം വാഷ് ഇൻ ദി നൈറ്റ്, ഒരു വാം വാട്ടറിൽ കുറച്ചൊരു ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ച് ഈ ഒരു കോട്ടൺ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ താനെ നമുക്ക് ഉറക്കം വരും. പിന്നെ ആൻഡ് ഐ വുഡ് സജസ്റ്റ് AC. ഇപ്പൊ AC സത്യം പറഞ്ഞ മസ്റ്റ് ആണ് കേട്ടോ എന്റെ ഒരു കാഴ്ചപ്പാടില്. അതിൽ ഒരു 22 ടെമ്പറേച്ചറിൽ 1 മണിക്കൂർ AC ഇട്ടിട്ട് ഇങ്ങനെ വാം വാട്ടറിൽ ഒന്ന് കുളിച്ച് ആ ഒരു കോട്ടൺ ഡ്രസ്സ്, നല്ല ലൂസ് ഫിറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ഡ്രസ്സ് ഒന്ന് ഇട്ട് കഴിഞ്ഞാല് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ AC ഓഫ് ആക്കി 2ലോ 3ലോ ഫാൻ ഇട്ടാ യു വിൽ ഹാവ് ഗുഡ് സ്ലീപ്പ് ടിൽ ദി മോർണിംഗ്. ഐ മീൻ എന്റെ ഒരു സ്ലീപ്പ് മോഡ് അതാണ് കേട്ടോ. ഞങ്ങൾക്കിപ്പോ ആക്ച്വലി ബെഡ്ഷീറ്റ്സ് ഒക്കെ ഞങ്ങൾ ഈ ഒരു രീതിയിലാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ പ്യുവർ കോട്ടൺ തന്നെ, റെഡ് കൗണ്ട് ഒക്കെ വെച്ചിട്ട്. സോ ഞങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റും AC കാര്യത്തിലൊക്കെ ഇടുമ്പോൾ ആ റൂം ടെമ്പറേച്ചർ കൂൾ ആവുന്നതിന് മുമ്പ് തന്നെ ആ പർട്ടിക്കുലർ ബെഡ്ഷീറ്റ്സ് കൂൾ ആയിട്ടുണ്ടാവും. ആ ഒരു എയർ റെഗുലേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ അതിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നല്ലൊരു കൂൾനെസ് നമുക്ക് ഫീൽ ചെയ്യും. അതിലിങ്ങനെ പോസ്റ്റ് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. സോ ഈ ഓർഗാനിക് ഫാബ്രിക്സ് അല്ലെ കോട്ടൺ, അതും നമ്മുടെ ഈ ഉറക്കം അല്ലെ വെൽബീയിങ്ങിനോട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ?
കോട്ടൺ അതായത് നമുക്ക് എപ്പോഴും നമുക്ക് തൊട്ടാൽ തന്നെ അറിയും. ഈ സാറ്റിനോ അല്ലെങ്കിൽ പോളിയസ്റ്ററോ തൊട്ടാലും നമ്മുടെ മേൽ തൊടുമ്പോ തന്നെ നമുക്ക് ആ സ്കിന്നിന്റെ ആ ഒരു ഇത് അറിയാൻ പറ്റും. നമ്മുടെ സ്കിൻ അൺകംഫർട്ടബിൾ ആവും അങ്ങനത്തെയൊക്കെ മെറ്റീരിയലില്. ഇപ്പോ വല്ല പാർട്ടിക്കൊക്കെ പോകുമ്പോ ഈവൻ ഫോർ മെൻ ട്ടോ. ഐ എം നോട്ട് ഓൺലി ടോക്കിംഗ് അബൌട്ട് വിമൻ. ഫോർ മെൻ ഓൾസോ ഫോർ ദാറ്റ് മാറ്റർ. നിങ്ങൾക്കിപ്പോ ഓരോരോ എന്താ പറയാ പാർട്ടിക്കൊക്കെ പോകുമ്പോ യു ഹാവ് സാറ്റിൻ ഷർട്ട്സ് ഓൾസോ റൈറ്റ്. ഇപ്പൊ പാർട്ടി വെയറിനൊക്കെ പോകുമ്പോ നിങ്ങൾക്കും സാറ്റിൻ ഷർട്ട്സും അല്ലെങ്കിൽ പോളിയസ്റ്ററിന്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സം വർക്ക് ആൻഡ് ഓൾ വിൽ ബി ദർ. ആ ഷർട്ട്സ് ഇടുമ്പോഴും കോട്ടൺ ഷർട്ട്സ് ഇടുമ്പോഴും ആ സ്കിൻ നമ്മളോട് റിയാക്ട് ചെയ്യണത് തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതിങ്ങനെ ഒട്ടിപ്പിടിക്കുക, സ്കിന്നിന് ഇഷ്ടമല്ലാത്ത പോലെ സ്കിൻ അതിങ്ങനെ ഇതാക്കണ പോലെ എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും ഇല്ലാണ്ട് ഈവൻ ഫോർ ദാറ്റ് മാറ്റർ ബെഡ് ലിനനും അതെ. നമ്മള് പ്യുവർ കോട്ടൺ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ആ ഒരു കംഫർട്ട് ലെവല് നമുക്ക് നമ്മുടെ സ്കിൻ തന്നെ അതിലേക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒതുങ്ങും. അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ ഈ ഒരു സാധനം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ ഈ ഷോ ഓഫിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ബെഡ്ഷീറ്റ്സ് ഒക്കെ വിരിച്ച് വെക്കുന്നല്ലാണ്ട് സീരിയസ്ലി നമുക്ക് നമുക്ക് പേഴ്സണലി നമുക്ക് കിടക്കാനും നമുക്കൊന്ന് പീസ്ഫുൾ ആവാനും ആക്ച്വലി ഇൻ മൈ ടേംസ് ലക്ഷറി എന്ന് പറയുന്നത് ആ പ്യോറസ്റ്റ് കോട്ടൺ ലിനൻ ആണ് കേട്ടോ ഓൺ ദ ബെഡ്. rather than നമുക്ക് ആ ഒരു ലക്ഷറി എന്ന് പറയുന്നത് അത് തന്നെയാണ് സത്യം പറഞ്ഞത്. ബിക്കോസ് ലക്ഷറി ഈസ് ഗുഡ് സ്ലീപ്പ് ഇൻ ദി നൈറ്റ്. ഇൻ ദ സെൻസ് സ്ലീപ്പ് ഈസ് എ ലക്ഷറി. അത് ലക്ഷറി. ഡെഫിനറ്റ്ലി. മാഡത്തിന് ഇപ്പൊ ഈ വർക്ക്സ് ഒക്കെ വരുമ്പോ അതിൽ അവർ സ്പെസിഫിക് ആയിട്ട് ഈ മെറ്റീരിയൽ വെച്ചിട്ടാണല്ലോ ഇപ്പൊ പറയുന്നത് ഓരോ ക്ലയന്റ് വരുമ്പോഴും. അപ്പൊ ഈ ഇപ്പം ഈ ഓർഗാനിക് കോട്ടണിലെ യൂഷ്വൽ കോട്ടണിൽ നിന്ന് മാറി ആൾക്കാർ പോളിസ്റ്റർ അങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഇപ്പൊ ഫീൽ ചെയ്യുന്നില്ലേ? സാറ്റിൻ, അതുപോലെ ജോർജറ്റ് സാറ്റിൻ, സ്ലബ് കോട്ടൺ, പിന്നെ സിൽക്ക്, പ്യുവർ സിൽക്ക്, പിന്നെ സിൽക്ക് ബേസ്ഡ്, ആർട്ട് സിൽക്ക് ബേസ്ഡ് ഗൗൺസ് അങ്ങനത്തെയൊക്കെ പലതും വരുന്നുണ്ട്. ഡ്രസ്സസും സാരി ആവട്ടെ, ഡ്രസ്സസ് ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സൽവാർ കമ്മീസ് ആവട്ടെ, എന്തായാലും. പക്ഷെ അതൊക്കെ ഐ എം ഡൂയിങ് ദാറ്റ്, ഐ എം ആക്ച്വലി ഡിസൈനിങ് ദാറ്റ് ഫോർ ദെയർ പാർട്ടി വെയർ. അവരുടെ പാർട്ടി വെയർ അല്ല, അവർക്ക് ആ സമയത്ത് അവരുടെ ദാറ്റ് ഇസ് ടു കംഫർട്ട് ദി മൈൻഡ് ഓർ ഷോ ഓഫ് ദി ലക്ഷറി. ദാറ്റ്സ് ഓൾ. അത് മൈൻഡ് കംഫർട്ടിനാ. നമ്മുടെ ബോഡി കംഫർട്ടിന് കോട്ടൺ. അതാണ് എന്റെ കോട്ടൺ ഓർ ലിനൻ ഇസ് ഓൾസോ ഈക്വലി ഗുഡ്. പിന്നെ ഓർഗാനിക് കോട്ടൺ എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ. ഐ മീൻ ഐ ഹാവ് ടു വേസ് അബൌട്ട് ഇറ്റ് വെൻ ഐ തിങ്ക് അബൌട്ട് ഓർഗാനിക് കോട്ടൺ. ഇറ്റ് ഈസ് ഹൈലി എക്സ്പെൻസീവ്. അപ്പോ എനിക്കത് എല്ലാരോടും ഞാനത് അങ്ങോട്ട് പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് 100% ആയിട്ട് എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാ. ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് വെരി ഗുഡ്, അതൊക്കെ ഉണ്ട്. ബട്ട് ഓൺ എ വെരി ഹൈലി എക്സ്പെൻസീവ് തിങ്. അപ്പൊ എല്ലാവർക്കും എല്ലായ്പ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കും അതേ വാർഡ്രോബിൽ 2 or 3 വെക്കാം എന്നല്ലാണ്ട് നമുക്ക് എല്ലാ ക്ലോത്ത്സും അങ്ങനെ ആക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ സ്പെസിഫിക്കലി ഇപ്പം ഈ സ്ലീപ്പിംഗ് വെയർ അങ്ങനത്തെ ഉള്ള ഡ്രസ്സൊക്കെ ഫോക്കസ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ ലൈക്ക് ആൾക്കാർക്ക് പിന്നെ അത് മേടിച്ചു കഴിഞ്ഞാൽ ദേ ക്യാൻ യൂസ് ഇറ്റ് റെപ്പിറ്റേറ്റീവ് ആയിട്ട്. അങ്ങനെയൊക്കെയാണ് പുറത്തോട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് മൈറ്റ് ബി എക്സ്പെൻസീവ്. പിന്നെ അജിത്തിന് മാഡത്തിനോട് 2 ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. അജിത്തെ. ഹായ് മാം. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇപ്പം ലൈറ്റ് ആയിരിക്കുമ്പം സ്ലീപ്പ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കുമല്ലോ. അപ്പം ചിലപ്പോഴൊക്കെ നമുക്ക് വർക്ക് ഷെഡ്യൂൾ കാരണം കൊണ്ട് ഇതേപോലെ ഇമെയിൽ ആയിരിക്കാം, ചിലപ്പോൾ വാട്സപ്പിൽ മെസ്സേജസ് ആയിരിക്കാം. അപ്പം കിടന്ന് ഉറങ്ങണ മുമ്പേ മൊബൈല് നോക്കിയിട്ട് മെസ്സേജസിനൊക്കെ റിപ്ലൈ ചെയ്തിട്ട് പിന്നെ കിടന്ന് ഉറങ്ങാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് വരുന്നത്. അല്ലാതെ ഇപ്പം ഉറങ്ങണം അപ്പം മൊബൈലൊക്കെ മാറ്റിയിട്ട് പിന്നെ കിടന്ന് ഉറങ്ങാം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് വരുന്നത്. ഗുഡ് ക്വസ്റ്റ്യൻ. അതിന് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് മൈ ദിസ് തിങ് ആഫ്റ്റർ 10 ഞാൻ മിക്കവാറും കോൾസ് അറ്റൻഡ് ചെയ്യില്ല. ആൻഡ് എന്റെ മൊബൈലില് ഞാൻ ഞാനിപ്പോ അതിൽ തരാൻ പറ്റില്ല. അതില് 10 എന്താ പറയാ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളൊന്നും ഞാൻ നോക്കില്ല ആഫ്റ്റർ 10 o'clock. ദാറ്റ് ഐ ഹാവ് ഓൾറെഡി ഞാൻ അത് ആലോചിച്ച് മീൻസ് അതന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോ ടിൽ 7:30 in the morning. അപ്പോൾ എനിക്ക് മെസ്സേജസ് വരില്ല, അത് ബാർ ചെയ്തിട്ടേ വരുള്ളൂ. അപ്പോൾ
പിന്നെ അതുമല്ലാണ്ട് വർക്കിന് നമുക്ക് വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ലീപ്പ് നല്ലോണം എഫക്റ്റ് ആവും. അപ്പൊ 1-2 പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കില്ല. പിന്നെ അതുമല്ല നമ്മൾ ആ സമയത്ത് ഞാൻ മൊബൈൽ നോക്കില്ല എന്നല്ല പറഞ്ഞത്. ഐ എം എ വെരി 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 സോഷ്യൽ മീഡിയ പേഴ്സൺ. അപ്പോ ഞാൻ എനിക്കിഷ്ടമുള്ളതേ ഞാൻ കാണുള്ളൂ. ഐ ലൈക്ക് ടു വാച്ച് ഓൾ കോമഡി മൂവീസ് ഓർ യുനോ കോമഡി റീൽസ്. പിന്നെ അതുമല്ല വേറെ പലരും ഉണ്ടാക്കിയ റീൽസ്, ഇൻഫോർമേറ്റീവ് കാര്യങ്ങള്. പിന്നെ me and my son, both of us are partners in, watching all these animated movies. എന്താ പറയാ, right from Good Dinosaur to Tom and Jerry to, Moana to whatever, like, അങ്ങനത്തെയൊക്കെ മൂവീസ് ഉണ്ടല്ലോ. അതൊക്കെ ഇങ്ങനെ എനിക്ക് ഇപ്പോഴും അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഓൾ ദാറ്റ് ഫണ്ണി തിങ്സ് ഐ വാച്ച്. പിന്നെ നമുക്ക് ഈ വല്ലാണ്ട് ഇതായിട്ടുള്ള ഫിലിംസ് ഒന്നും ഞാൻ കാണില്ല, എസ്പെഷ്യലി ഇൻ ദ നൈറ്റ് ടൈം. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യണ മൂവീസ് ഞാൻ കാണില്ല. ഐ വാച്ച് ഓൺലി വിച്ച് സൂത്ത്സ് ദി ഹാർട്ട്, അല്ലെങ്കിൽ വിച്ച് മേക്സ് യു ലാഫ്. അങ്ങനെ അതൊക്കെ ആയാൽ തന്നെ നമുക്ക് സ്ലീപ്പ് തന്നെ വന്നോളും. ഡോണ്ട് ഹാവ് ടു ലൈക്ക് ഉറക്കമേ വാ എന്ന് പറയേണ്ട ആവശ്യമില്ല, തന്നെ വന്നോളൂ. ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 2 ബുക്ക് വായിക്കുക, 2 പേജ് വായിക്കാൻ ശ്രമിക്കുക, അത് വന്നോളും. മാം, ഇപ്പം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ സ്ലീപ്പ് ടെക് ഒക്കെ നല്ല എമർജിങ് ആണ്. സോ ഇപ്പം നമുക്ക് സ്ലീപ്പ് മാട്രസ് ഒക്കെ വരുന്നുണ്ട്, പിന്നെ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സ്ലീപ്പ് മാസ്ക് വരുന്നുണ്ട്. സോ ഇതേപോലത്തെ ടെക്നോളജി യൂസ് ചെയ്ത് സ്ലീപ്പിനോട് മീൻസ് മച്ച് ബെറ്റർ സ്ലീപ്പ് വേണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ് മാമിനുണ്ടോ? അതർവൈസ് ഇങ്ങനെ ഇപ്പം എങ്ങനെ പോകണോ അതേപോലെ തന്നെ പോകട്ടെ, അതായിരിക്കുമോ? അങ്ങനെ തന്നെ പോട്ടെന്ന് എനിക്ക് തോന്നുന്നു. സ്ലീപ്പ് മാട്രസസ് ഒക്കെ ഉണ്ടല്ലോ, അത് മേ ബി ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ പീപ്പിൾ ഹു ആർ മച്ച് മോർ ഓൾഡർ. അവർക്കിപ്പോ ഭയങ്കര പ്രായമായവർക്കൊക്കെ ഉറക്കത്തിന് വിഷമമുണ്ട്. ലൈക്ക് അത് നാച്ചുറൽ ആണ്. അവരുടെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് നാച്ചുറൽ ആണ്. ലൈക്ക് അബവ് 70 or above 75 ആൾക്കാർക്കൊക്കെ സ്ലീപ്പ് പാറ്റേൺസ് അവർ ഡിസ്റ്റർബ്ഡ് ആണ്. അവർക്കൊക്കെ ഓഫ് കോഴ്സ് അങ്ങനെ അവർക്ക് ഒരു ഹെൽപ്പ് വേണ്ടി വരാം എക്സ്റ്റേണൽ. ബട്ട് ആസ് യങ്സ്റ്റേഴ്സ് ഐ വുഡ് നെവർ സജസ്റ്റ് ഓൾ ദാറ്റ്. വൈ? You control your mind, you control your emotions, you control whatever you're doing in your life, and be happy, be content, be peaceful, be in harmony with everything around you, and just let go whatever is like chewing your brains. ഇപ്പൊ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും you don't have to take it to your brains. Just concentrate on what you have, and try to build up what you have rather than പറക്കണ ഇതിനെ എന്താ പിടിക്കരുത് എന്നൊക്കെ ഒരു ചൊല്ലില്ലേ മലയാളത്തില്. നമുക്ക് ഉള്ളതിനെ വിട്ട് പറക്കണേനെ പിടിക്കാൻ പോണ്ട. അങ്ങനെ പറക്കണേനെ പിടിക്കാം, പക്ഷെ ഉള്ളത് അവിടെ നിൽക്കട്ടെ എന്നുള്ള ആ ഒരു സ്റ്റേജിൽ, ആസ് ഐ സെഡ് ഏർലിയർ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അങ്ങനെയൊക്കെ പോകാൻ മതി. അല്ലാണ്ട് എക്സ്റ്റേണൽ അയ്യോ എനിക്ക് ഉറങ്ങാൻ ഒരു വേറൊരു ഇത്, നമ്മുടെ മനസ്സ് ഇറ്റ് ഷുഡ് ബി സോ ഫ്രീ ദാറ്റ് നമ്മൾ എവിടെയാണോ ഇരിക്കണേ അവിടെ കിടന്ന് ഉറങ്ങാനുള്ള ഒരു ഇത് വേണം. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, രാത്രി ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഉറക്കം വന്നു നമ്മളങ്ങോട്ട് എല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ലക്ഷറി ലൈഫിലുണ്ടോ? ദാറ്റ് ഈസ് നമ്മളങ്ങോട്ട് കംഫർട്ടബിൾ ആയിട്ട് കിടന്ന് ഉറങ്ങുക. ആ ഒരു കംഫർട്ട് ലെവൽ വേറെ തന്നെയല്ലേ. ആ ഒരു ഇതിൽ നമ്മൾ മനസ്സിനെ കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. ബി ഹാപ്പി. എന്തിനാപ്പോ ഒരു ലൈഫ് ഉണ്ട്, ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് റൂയിനിങ് യുവർ പീസ് ഓഫ് മൈൻഡ്. എന്തോ ആവട്ടെ എന്നുള്ളതില് കുറെയൊക്കെ നമ്മൾ വിടാൻ, നമ്മളെ കുറെയൊക്കെ വിട്ടുകളയാൻ നമുക്കൊരു മനസ്ഥിതി ഉണ്ടായാൽ നമുക്ക് ഈ ബെഡിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ദൈവമേ, ആ ബെഡ് മാനുഫാക്ചറേഴ്സ് ഒക്കെ കേക്കണ്ട, എന്നെ പിടിച്ച് പുറത്താക്കും. ഐ നോ, ദാറ്റ് ഓർത്തോപേഡിക് ബെഡ് അല്ല ഞാൻ പറയണ, മെമ്മറി. വെൻ യു ആക്ച്വലി സ്ലീപ്പ് ഓൺ എ ബെഡ്, അത് ഞാൻ കേട്ടതാട്ടോ, ഒരു ബെഡ് ഉണ്ട് അത്ര, ആൻഡ് ഇറ്റ് മെമ്മറൈസസ് ദി പാറ്റേൺ യു ആർ സ്ലീപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. പില്ലോ ഉണ്ട്, നമ്മൾ ഈ കാറിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കില്ലേ,
നമ്മള് കാറില് യു മസ്റ്റ് ബി നോയിങ് നോ കാറില് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാല് നമ്മൾ ഡ്രൈവർ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ പാറ്റേണിന് അത് സെറ്റ് ചെയ്യണ പോലെ ബെഡിനും ഉണ്ടത്ര. ഐ എം നോട്ട് സീൻ ദാറ്റ്, ബട്ട് ഐ ഹേർഡ് ദർ ഇസ് എ ബെഡ് ലൈക്ക് ദാറ്റ്, ദർ ആർ ബെഡ്സ് ലൈക്ക് ദാറ്റ്. സോ അതിന്റെ ഒക്കെ ആവശ്യം ഇല്ലാതിരിക്കട്ടെ. നന്ദിത ഒരു ഓൺടർപ്രണർ ഒക്കെ ആയി, and you're also a mom, right? And you talked about a lot about sleep. But what would you recommend or advise other entrepreneurs, right? ഇതുപോലുള്ള എല്ലാ കൺസ്ട്രെയിൻസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് how would you recommend അവരുടെ ഡേ ഇൻ ദ ലൈഫ് എങ്ങനെയായിരിക്കണം? And especially in terms of their sleeping patterns and stuff like that, because a lot of them are in different stages of life, right? അതായത് ചിലപ്പോൾ they might be expecting, ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവാം, right? They might have, and you have gone through all of that cycle by yourself, right? So അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓൺടർപ്രണർഷിപ്പും ലൈഫും സ്ലീപ്പും, right? What would you tell those people, and how would you encourage them to take everything along rather than choosing between one or the other? I would suggest people to prioritize what they want. ഇപ്പോൾ എനിക്കൊക്കെ ഫസ്റ്റ് ഇനീഷ്യലി when I started this business, my son was about 2 years old, 2 to 3, 2 to 3, between 2 and 3. അപ്പോൾ എനിക്ക് more of my concentration was on his upbringing rather than concentrating on business then. അപ്പോൾ ഒരു കൊല്ലം അങ്ങനെ പോയി. ആൻഡ് സെക്കൻഡ് ഇയർ നമുക്ക് എങ്ങനെ ഇത് കൊണ്ടുപോകണം, ഹയർ ഗുഡ് പീപ്പിൾ. ഇഫ് യു ആർ ഇൻ ബിസിനസ്, ഹയർ ഗുഡ് പീപ്പിൾ ഹു ക്യാൻ റിയലി ഹെൽപ്പ് യു ഔട്ട് ഇൻ യുവർ ഡാർക്കർ ഫേസസ്. Like for example, I need to go out with my son, or I need to take my son somewhere, or I need to take my son to school. എനിക്ക് ഇവിടെ ഒരാളെ എന്നെ റീപ്ലേസ് ചെയ്യാൻ വേണം. So hiring your staff is more important. എന്താ പറയുക, who can handle in your absence, who are trustworthy. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പ്ലസ് ഇഫ് യു കാൻ റിയലി കോൺസെൻട്രേറ്റ് ടെക്നിക്കലി, ലൈക്ക് ഇപ്പൊ ടൈലേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ എന്റെ കേസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ, എന്റെ ബിസിനസ്സിലാണ് ഞാൻ പറയുന്നത്. ടൈലേഴ്സ് ആവട്ടെ, കട്ടേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ whoever is doing the other work, embroidery or beads, zardozi, ആരെങ്കിലും ആവട്ടെ, don't hire anybody who are new to the field, because അവർക്ക് കൈ വഴങ്ങില്ല പെട്ടെന്ന്. So all these matters on a technical side. Personal frontal നോക്കുകയാണെങ്കിൽ prioritize your time in such a way that you give time for yourself too. It's not only about you taking care of your son, your children, your spouse. അത് മാത്രമല്ല, you really need to take care of yourself also. You need to eat good food. ജങ്ക് എന്നല്ല ഞാൻ ഉദ്ദേശിക്കണ, good food, whatever is whatever you have. അതിന്റെ ഇടയ്ക്ക് ഒരു ജങ്ക് കഴിക്കണോന്നും കുഴപ്പമൊന്നുമില്ല, because I also eat quite a lot of, not lot, but I also eat junk food. അപ്പോൾ നല്ല ഫുഡ് കഴിക്കുക. നമുക്ക് കുറേയൊക്കെ നല്ല ഫുഡ്, നല്ല മ്യൂസിക്, നല്ല ഇതൊക്കെ കേട്ടാൽ തന്നെ, അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് ഹാപ്പിയർ ആവും ആക്ച്വലി. പിന്നെ ചിലപ്പോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ദാറ്റ്സ് വാട്ട് ഐ സെഡ്, ടേക്ക് ടൈം ഫോർ യുവർ സെൽഫ്. പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ചിലപ്പോ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല. എക്സാമ്പിൾ, എന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, I have learned music for maybe 8 years or so in my childhood. പക്ഷെ പിന്നെ അത് ഞാൻ വിട്ടു. And I have learned guitar also, which I have forgotten. പാടാറുമില്ല, ഒന്നുമില്ല. Recently, like I was thinking, why not? I started again. നല്ല പോലെ I downloaded Mule, I downloaded Star Maker, and then I started singing. സിംഗിങ് പറഞ്ഞാൽ നോട്ട് ഇൻ എ വെരി, എനിക്കറിയാം എനിക്ക് ഇപ്പൊ ഒന്നും പാടാൻ പറ്റുന്നില്ല എന്നറിയാം. എന്താ പറയാ, പോക്ക് സിംഗിങ് ആണെന്ന് അറിയില്ലേ, പത്തറ്റിക് സിംഗിങ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് മൈ ഹാപ്പിനെസ്. ഐ ഡു ദാറ്റ് ഫോർ മൈ ഹാപ്പിനെസ്. പലരും വീട്ടിലൊക്കെ ചിലപ്പോൾ കളിയാക്കലൊക്കെ കിട്ടുമായിരിക്കും, കിട്ടട്ടെ, കളിയാക്കിക്കോട്ടെ, സോ വാട്ട്, ഇറ്റ് ഇസ് മൈ പാഷൻ. ഐ ലൈക്ക് ദാറ്റ് സോങ്, ഐ എം ട്രൈങ് ടു സിംഗ് ദാറ്റ്. അങ്ങനെ ചെയ്യാം. ആൻഡ് I mean 3-4 years back my passion was into cooking. അപ്പോൾ ഈ കുക്കിംഗ് എന്താ, ഇപ്പൊ നമുക്ക് കൊറോണ ടൈം ഒക്കെ വന്നു, ആൻഡ് ബിസിനസ് വാസ് ഡൾ. അപ്പൊ ആ സമയത്ത്
I used to cook earlier, but not much elaborate cooking and all. കുക്കിംഗ്, ബേക്കിംഗ്, അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങള്, പുതിയ പുതിയ ഫ്രണ്ട്സ്, കുറെ ഫ്രണ്ട്സിനെ കിട്ടി എനിക്ക് കുക്കിംഗ് ഇതില്. കുറെ ഫ്രണ്ട്സിനെ കിട്ടി, ഹു ഓൾ ആർ ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്, ഡിഫറെന്റ് പ്ലേസസ്. കേരളത്തിൽ നിന്നും അല്ല, പല സ്ഥലത്തു നിന്നും കുറെ ഫ്രണ്ട്സിനെ കിട്ടി. സ്റ്റിൽ ഇൻ ടച്ച് വിത്ത് ഓൾ ഓഫ് ദം. പിന്നെ നമ്മുടെ പഴയ ഫ്രണ്ട്സിനെ ഒക്കെ കണക്ട് ചെയ്യുക. ദീസ് ആർ ഓൾ ടൈം ഫോർ യുവർ സെൽഫ്. അപ്പൊ അത് ചെയ്യണം. പ്ലസ് you have to handle your business in the way that I told you. കുറച്ച് നല്ല എക്സ്പേർട്ട് ആൾക്കാരെ വെക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സമാധാനം കിട്ടും. ഈ സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ നമുക്ക് സമാധാനം കൊടുക്കാൻ പറ്റും. നമ്മൾ സമാധാനമായാലേ നമുക്കത് കൊടുക്കാൻ പറ്റൂ. അപ്പൊ ഇറ്റ്സ് റെസിപ്രോക്കേറ്റീവ് തിങ്. സോ അതൊക്കെയാണ് എന്റെ തോട്ട് പ്രോസസ് ഇൻ ദാറ്റ് വേ. ഗുഡ്. അതേപോലെ തന്നെ സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഫണ്ണി ഇൻസിഡന്റ് can you recall, like എന്തെങ്കിലും വളരെ which made you think and laugh? Like a lot of times sleep related ചില അങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ നടക്കാറുണ്ട്. മോസ്റ്റ്ലി we won't realize it, but others would tell us ഇങ്ങനെ നടന്നു, ഇത് നീ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും, right? So അങ്ങനെ വല്ല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ടോ? ഇൻസിഡൻസ് വെൻ വി വർ ഇൻ കോളേജ്, അതായത് ഹോസ്റ്റൽ ലൈഫിലൊക്കെ ഇങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. വേറെ നമ്മൾ ഉറങ്ങില്ലല്ലോ, അവിടെ ഇരുന്ന് വർത്തമാനവും ഒക്കെ അല്ലേ, ലൈക്ക് എസ്പെഷ്യലി ഡ്യൂറിങ് എക്സാം ടൈംസ് വി ക്വൈറ്റ്. അപ്പോ വൺസ് വി പ്ലേഡ് ഓജോ ബോർഡ് ഇൻ ദ നൈറ്റ്. അപ്പൊ ഈ ഓജോ ബോർഡ് കളിച്ചിട്ട് ആൻഡ് ഐ വാസ് ലൈക്ക് ഡാം സ്കെയർഡ് ഓഫ് ദീസ് പ്രേതം പിശാശൊക്കെ. ഭയങ്കര പേടിയുള്ള സമയമായിരുന്നു എനിക്ക്. ഒരു പ്രാവശ്യം ഇതുപോലെ ഓജോ ബോർഡ് കളിക്കണമെന്ന് പറയുമ്പോ തന്നെ എനിക്ക് പേടിയുണ്ട്. പക്ഷെ വാ നമുക്ക് കളിക്കാം, നീ എന്തിനാ പേടിച്ച? ഹൗ ഹോസ്റ്റൽ ലൈഫ് ഇസ്, ഫ്രണ്ട്സ് വുഡ് ആക്ച്വലി ഫോഴ്സ് യു ടു പ്ലേ ആൻഡ് ഓൾ ദാറ്റ്. അപ്പൊ അത് കഴിഞ്ഞ് അപ്പോഴേക്കും ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ എന്തിനോ വെള്ളം എടുക്കാൻ പോയതാ. അപ്പൊ ഞാൻ ഈ ആ കോറിഡോറിൽ കൂടെ പോയതും ഫോൺ അങ്ങോട്ട് റിങ് ചെയ്തു. ദാറ്റ്സ് എ കോമൺ ഫോൺ ദാറ്റ് വി ഹാവ് ഇൻ ഹോസ്റ്റൽ. അതങ്ങോട്ട് റിങ് ചെയ്തു. ഞാൻ ഉറക്ക കരഞ്ഞ് അത് കൂടെ ഓടാൻ തുടങ്ങി. എന്നിട്ട് ഫോൺ എടുക്കാൻ ആരുമില്ല. അപ്പൊ യൂഷ്വലി നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ഫോൺ എടുത്താല് വി കോൾ ദി നെയിം, ലൈക്ക് ഇപ്പൊ നമ്മളിപ്പോ എങ്ങനെ ഹോസ്റ്റലിൽ ഇരിക്കുകയാണ്, ഫോൺ വന്നു, ഫോൺ എടുത്തപ്പോ വിനോദിനാണ് ഫോൺ, വിനോദിന് ഉറക്കം വിളിക്കുക ചെയ്യുക. അപ്പൊ വന്നോളണം, വിനോദ് എവിടെന്നാ വെച്ചാൽ ഓടി വന്നോളണം ടു അറ്റൻഡ് ഹിസ് മദേഴ്സ് ഓർ ഫാദേഴ്സ് കോൾ. അങ്ങനെ അതായിരുന്നു. ഞാൻ ഇത് ഫോൺ എടുത്തിട്ട് ആരുടെയോ അമ്മയെ വിളിക്കുന്ന ഉറക്കെ ഹോസ്റ്റൽ കേൾക്കാൻ വേണ്ടി ഹലോ ഒക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ദാറ്റ് നൈറ്റ് ഐ കുഡന്റ് സ്ലീപ് വെൽ ആൻഡ് ഐ വാസ് ലൈക്ക് 3-4 പ്രാവശ്യം പേടി സ്വപ്നം കണ്ട് ഇവരെയൊക്കെ കോളാക്കി. അവസാനം പിന്നെ ഓജോ ബോർഡ് ലൈഫിൽ കളിച്ചിട്ടില്ല ഫ്രണ്ട്സ്. പിന്നെ ഇൻസിഡൻസ് എന്താന്ന് വെച്ചാല് ഇങ്ങനെ എല്ലാരും ഇരുന്ന് സംസാരിക്കുകയായിരിക്കും. വീട്ടിലും അതെ, കുറെ കസിൻസോ എല്ലാരും വന്ന് സംസാരിക്കും. ഞാൻ സുഖമായിട്ട് അവിടെ എവിടെയെങ്കിലും കിടന്ന് മയങ്ങിയിട്ടുണ്ടാവും. അപ്പൊ പിറ്റേ ദിവസം ഒന്നും കേട്ടിട്ടും ഉണ്ടാവില്ല. ഓൾ ദി ഗോസിപ്സ് ഐ വുഡ് ഹാവ് മിസ്ഡ്. Good. Over to you, Nathan. So that's about it, I guess. Yeah, so thanks again for coming, ma'am. Like ജസ്റ്റ് മാമിനെ പറ്റി കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോ പറഞ്ഞ പല കാര്യങ്ങളും വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. കുറേ ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ റിയലി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ താങ്ക്സ് വൺസ് അഗെയിൻ ഫോർ കമ്മിങ് ആൻഡ് ഐ ഗെസ് ഐ വിൽ സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് എപ്പിസോഡ്. സ്ലീപ്പ് പോഡ്കാസ്റ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്കും പോഡ്കാസ്റ്റിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. സോ സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് എപ്പിസോഡ്.